ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുണ്ടത്തിക്കോട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ തൃശൂരിലെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും ദുരന്ത സ്ഥലവും കമ്മീഷൻ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി 5 നാൾ. ആകാംക്ഷയോടെ മുന്നണികൾ. ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുക 3 കേന്ദ്രങ്ങളിൽ. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലം തകർന്ന യുവാവിന് ഗുരുതര പരിക്ക്. ഇതര സംസ്ഥാന സ്വദേശിക്കാണ് പരിക്കേറ്റത്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാറാവ തൃതീയൻ പാത്രിയാർക്കീസിന് തൃശൂരിൽ ഉജ്ജ്വല വരവേൽപ്പ്. ശനിയാഴ്ച നടക്കുന്ന ക്ലർജി കൌൺസിലിൽ പാത്രിയാർക്കീസ് പങ്കെടുക്കും. സംസ്ഥാനത്ത് മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടും. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ വിലവർധന പ്രാബല്യത്തിൽ വരും. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം സംബന്ധിച്ച അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ തൃശൂരിലെത്തി. ദുരന്തഭൂമിയും സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിക്കാനായി അദ്ദേഹം ഉച്ചയോടെയാണ് രാമനിലയത്തിലെത്തിയത്. അതേസമയം ജസ്റ്റിസ് രാമചന്ദ്രന്റെ വരവ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകരെ പതിവില്ലാതെ പോലീസ് രാമനിലയത്തിലേക്ക് കടത്തിവിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നായിരുന്നു വിശദീകരണം. പോലീസിന്റെ അപ്രഖ്യാപിത വിലക്കിനെതിരെ മാധ്യമങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തി. സാധാരണയായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എത്തിയാൽ മാധ്യമങ്ങൾ അവരെ രാമനിലയത്തിനുള്ളിൽ കടന്നു കാണുകയും പ്രതികരണങ്ങൾ എടുക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും പതിവുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മാധ്യമങ്ങളെ തടഞ്ഞുകൊണ്ടുള്ള പോലീസിന്റെ നീക്കം ഉണ്ടായത്. മാധ്യമങ്ങൾ അതൃപ്തി പരസ്യമാക്കിയതോടെ കൂടുതൽ പോലീസുകാരെയും പിന്നീട് ഇവിടേക്ക് നിയോഗിച്ചു. അതേസമയം അല്പസമയത്തിനകം ദുരന്തഭൂമിയും സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി റഷീദ് ചേരുന്നു. റഷീദ്, അന്വേഷണ കമ്മീഷൻ തൃശൂർ എത്തിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അല്പസമയത്തിനകം ദുരന്തഭൂമിയായ മുണ്ടത്തിക്കോട് എത്തിച്ചേരുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകർ തടയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ വെടിക്കെട്ട് ശാല പ്രവർത്തിച്ചിരുന്ന പറമ്പിലേക്ക് കടക്കുന്ന വഴികളെല്ലാം അടച്ചു കെട്ടിയ നിലയിലാണ്. അവിടെ വൻ പോലീസിന്റെ കാവലുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ രോഗികളെ സന്ദർശിച്ചുകൊണ്ട് അവരെന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ദുരന്തഭൂമിയിലെത്തും. ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കണ്ട് അദ്ദേഹം വിലയിരുത്തും. നമുക്കറിയാം, കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ ഈ ജസ്റ്റിസ് അന്വേഷണ കമ്മീഷനായി ഇദ്ദേഹം തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ നേരത്തെ സർക്കാർ അദ്ദേഹം കൊടുത്തുള്ള റിപ്പോർട്ടുകൾ കാര്യമായി പരിഗണിച്ചില്ല, നടപ്പാക്കിയില്ല എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇനി അദ്ദേഹത്തെ മാധ്യമങ്ങൾ കാണുന്നു വിലക്കുന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും എല്ലാ മാധ്യമ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ രോഗികളെ സന്ദർശിക്കുകയാണോ? അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെത്തി രോഗികളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന വിവരമാണ് ലഭിച്ചത്. അല്പസമയത്തിനകം ഈ ദുരന്തഭൂമി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാല പ്രവർത്തിച്ചിരുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുള്ള വിവരമാണ് ലഭിച്ചത്. ശരി റഷീദ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ തൃശൂരിലെത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ രോഗികളെ സന്ദർശിക്കുകയാണ്.
മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ തെളിവ് ശേഖരിച്ച് ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അറിയിച്ചു. അപകട സ്ഥലത്ത് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം എടുക്കേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടില്ലെന്നും അനുവദിച്ചതിലധികം വെടിമരുന്നും സാമഗ്രികളും ഉണ്ടായിരുന്നുവെന്നും അഡ്വക്കേറ്റ് PA പൗരൻ പറഞ്ഞു. വിദഗ്ധരും ശാസ്ത്രജ്ഞരും അടങ്ങുന്ന സംഘം മെയ് പകുതിയോടെ അന്വേഷണം ആരംഭിക്കുമെന്നും ജൂൺ ആരംഭത്തിൽ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും ഡോക്ടർ റെന്നി ആന്റണി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PA പൗരൻ, ഡോക്ടർ റെന്നി ആന്റണി, TK വാസു എന്നിവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 5 നാൾ. 3 കേന്ദ്രങ്ങളിലാണ് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് എണ്ണുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണുക. ചേലക്കര, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശൂർ നാട്ടിക നിയോജക മണ്ഡല വോട്ടുകൾ, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലും, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും എണ്ണും. ഓരോ മണ്ഡലങ്ങൾക്കും 14 വീതം ടേബിളുകൾ വോട്ടെണ്ണലിന് ഉണ്ടാകും. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലം തകർന്ന് യുവാവിന് ഗുരുതര പരിക്ക്. ഉത്തർപ്രദേശ് സ്വദേശിയായ 22-കാരനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പാലത്തിന്റെ വശത്തുള്ള ഇരുമ്പ് ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനിടെയാണ് അപകടം. പാലത്തിന് മുകളിൽ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്ന യുവാവ് വശത്തെ ഇരുമ്പ് പാളി നീക്കം ചെയ്തതോടെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് താഴെയുള്ള വടക്കാഞ്ചേരി പുഴയിലേക്ക് പതിച്ചു. ഇതോടെ യുവാവും പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 തൊഴിലാളികൾ വശങ്ങളിലേക്ക് എടുത്തു ചാടിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ യുവാവിന്റെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ യുവാവിനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാറാവ തൃതീയൻ പാത്രിയാർക്കീസിന് സാംസ്കാരിക നഗരിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ പാത്രിയാർക്കീസിനെ വൈദികരും സഭാവിശ്വാസികളും ചേർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ തൃശൂർ വലിയ പള്ളിയിലെ കത്തീഡ്രലിലേക്ക് സ്വീകരിച്ചാനയിച്ചു. സിനഡ് സെക്രട്ടറി മാർ ബെന്യാമിൻ ഏലിയ, മാർ പൗലോസ് ബെഞ്ചമിൻ എന്നിവരും പാത്രിയാർക്കീസിനെ അനുഗമിക്കുന്നുണ്ട്. മെയ് 1-ന് രാവിലെ 7-ന് മാർത്തുമറിയം വലിയ പള്ളി കത്തീഡ്രലിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പാത്രിയാർക്കീസ് കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച നടക്കുന്ന സഭാ ക്ലർജി കൗൺസിലിൽ പാത്രിയാർക്കീസ് പങ്കെടുക്കും. സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 4-ന് അദ്ദേഹം മടങ്ങും. സംസ്ഥാനത്ത് മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടും. ഫെഡറേഷൻ യോഗത്തിലാണ് കൂട്ടിയ വിലയിൽ ധാരണയായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് വില കൂട്ടുന്നത്. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ കൂടിയ വില നടപ്പിൽ വരും. 56 രൂപയുള്ള 1 ലിറ്റർ പാലിന് 60 രൂപയാകും. കർഷകർക്ക് പാലിന്റെ ഗുണനിലവാരമനുസരിച്ച് നിലവിൽ 45 രൂപ മുതൽ 52 രൂപ വരെ ലഭിക്കുന്നുണ്ട്. 2022 ഡിസംബറിലാണ് അവസാനമായി വില കൂട്ടിയത്. വില കൂട്ടണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ മിൽമ മേഖലാ യൂണിയനുകൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഉൽപാദന ചെലവ് വർദ്ധിച്ചതിനാൽ 10 രൂപ കൂട്ടണമെന്നാണ് എറണാകുളം മേഖലാ യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നത്. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയോളവും കവർന്നു. ഇന്ന് പുലർച്ചെ 5:30-യോടെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിപാട് കൗണ്ടറിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിട്ടുള്ളത്. ഇതിനുള്ളിലെ സ്ട്രോങ് റൂമിന്റെ ഷട്ടറും തകർത്തിട്ടുണ്ട്. 2 ലോക്കറുകളിലായാണ് പണവും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ക്ഷേത്രക്കുളം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ജോലികൾ നടക്കുന്നതിനാലാണ് ഓഫീസിൽ പണം സൂക്ഷിച്ചിരുന്നത്. ഗുരുവായൂർ ACP V സുരേഷ്, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനയ്ക്കെത്തും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും. ക്ഷേത്രോത്സവത്തിൽ ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് കൊടിപ്പുറത്ത് വിളക്ക്.
രാത്രി 9:30 ഭഗവാൻ പുറത്തേക്കെഴുന്നള്ളുന്നത്. ശ്രീകോവിലിൽ നിന്ന് സംഘമേശ്വരനെ തിടമ്പിലേക്ക് ആവാഹിച്ച ശേഷം ക്ഷേത്ര മേൽശാന്തി തിടമ്പ് കയ്യിലേന്തി ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ശ്രീകോവിലിന് പുറത്തേക്ക് വരുന്നു. തുടർന്ന് 2 ആനകളുടെ അകമ്പടിയോടെ ഗജവീരന്റെ പുറത്തേറി പ്രദക്ഷിണം ചെയ്ത് പൂർത്തീകരിക്കുന്നതോടെ ആദ്യ പഞ്ചാരി മേളത്തിന് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശീവേലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പും നടക്കും. ഇന്ന് വൈകിട്ടോടെ ക്ഷേത്രത്തിനകത്തെ വേദിയിലും കൊട്ടിലായ്ക്കൽ പറമ്പിലെ പ്രത്യേക വേദിയിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് കൊടിയേറ്റത്തിന് ശേഷം കിഴക്കേ നടപ്പുരയിൽ അവതരിപ്പിച്ച മൃദംഗമേള ശ്രദ്ധേയമായി. കൊരമ്പ് മൃദംഗ കളരിയിലെ 5 മുതൽ 55 വയസ്സ് വരെയുള്ള 55ഓളം വിദ്യാർത്ഥികളാണ് മൃദംഗമേള അവതരിപ്പിച്ചത്. മൃദംഗം മാത്രം ഉപയോഗിച്ച് ഒരേ താളത്തിൽ ഇടതടവില്ലാതെ മേളം അവതരിപ്പിച്ചത് ഭക്തജനങ്ങൾക്ക് ഏറെ ആകർഷകമായി. 1980 മുതൽ എല്ലാ വർഷവും കൂടൽമാണിക്യം തിരുവുത്സവത്തിന് മൃദംഗമേള അവതരിപ്പിക്കാറുണ്ട്. മൃദംഗമേളാചാര്യൻ കൊരമ്പ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് മൃദംഗമേള ചിട്ടപ്പെടുത്തിയത്. മകനും ശിഷ്യനുമായ വിക്രമൻ നമ്പൂതിരിയാണ് മേളത്തിന് നേതൃത്വം നൽകിയത്. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറപ്പുള്ളി വടക്കുവശം ചുള്ളിപ്പറമ്പിൽ അനിൽകുമാർ മകൻ 20 വയസ്സുള്ള അഭിഷേക് കൃഷ്ണയാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കിടപ്പുമുറിയിൽ അഭിഷേകിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. Discover is Lavraico there, la crème de la fraîcheur. French dairy ice creams, a taste factory. കയ്പമംഗലത്ത് വീട്ടുമുറ്റത്തെ ചെടിക്കുള്ളിൽ നിന്ന് അണലിയെ പിടികൂടി. കാളമുറി കിഴക്ക് പള്ളി മർപ്പിക്കാൻ 100 കണക്കിന് ആളുകളെത്തി. പരിയാരത്തെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ ഹൃദയം മാറ്റിവെച്ച എറണാകുളം ലിസി ആശുപത്രിയിലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപുരം അന്ത്യോപചാരം അർപ്പിച്ചു. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA അടക്കം നിരവധി ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക നേതാക്കളും മാത്യുവിന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. പരിയാരം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. വള്ളത്തോൾ നഗർ താഴപ്ര കോടംകുന്നത്ത് അലി സഖാഫിയുടെ മകൾ 7 വയസ്സുള്ള സൻഹ മെറീനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. വെട്ടിക്കാട്ടിരി SNLP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശ്രീകൃഷ്ണപുരത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ പൂരം കഴിഞ്ഞുള്ള ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശുദ്ധികർമ്മങ്ങൾ മെയ് 1, 2, 3 തീയതികളിൽ നടക്കും. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് ശുദ്ധികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രസാദശുദ്ധി, ബിംബശുദ്ധി എന്നിങ്ങനെയാണ് ശുദ്ധികർമ്മങ്ങൾ. എല്ലാ വർഷവും തൃശൂർ പൂരം കഴിഞ്ഞ് ശുദ്ധികർമ്മങ്ങൾ നടത്തി വരാറുണ്ട്. ഈ ദിവസങ്ങളിൽ ശുദ്ധികർമ്മങ്ങളുടെ സമയത്ത് ദർശന നിയന്ത്രണവും ഉണ്ടാകും. തൃശൂർ അക്കിക്കാവ് പ്രവർത്തിക്കുന്ന PMS കോളേജ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ച് 18 വർഷമായി ആശുപത്രി രജിസ്ട്രേഷൻ ഇല്ലാതെയും നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് PSM കോളേജ് ഡെന്റൽ സയൻസ് റിസർച്ച് എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു. 100-ലധികം സ്ഥിര ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ മിനിമം വേതനത്തിന്റെ 50% നൽകുന്നത്. പ്രസവ ലീവും ആനുവൽ ലീവും കാഷ്വൽ ലീവും നൽകുന്നില്ല. ഓരോ വർഷവും 100 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന 500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവുമുള്ള മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെന്നാണ് DMOയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച വിവരം. ഈ സ്ഥാപനം എത്രയും വേഗം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് MK തങ്കപ്പൻ, KM ഹൈദർ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ഇവന്റ് മാനേജർമാരുടെ സംഘടനയായ ഇമാക് സംഘടിപ്പിക്കുന്ന സൈലന്റ് ഹീറോസ് അവാർഡുകളുടെ 8ാം പതിപ്പ് ജൂൺ 6 തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കും.
വാർത്താ സമ്മേളനത്തിൽ ഇമാക് പ്രസിഡന്റ് രാജു കണ്ണമ്പുഴ, വൈസ് പ്രസിഡന്റ് ദിഷൻ അമ്മാനത്ത്, ജനറൽ സെക്രട്ടറി ബെഹനാൻ കെ അരീക്കൽ, ട്രഷറർ പ്രവീൺ ചന്ദ്രൻ, കൺവീനർ ജോയൽ ജോൺ, മീഡിയ ഹെഡ് ജിൻസി തോമസ് എന്നിവർ പങ്കെടുത്തു. കേരള ജ്യോതിഷ പരിഷത്തിന്റെ 54ാമത് വാർഷികവും പൊതുസമ്മേളനവും മെയ് 2-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ചടങ്ങ് സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്യും. കേരള ജ്യോതിഷ പരിഷത്തിന്റെ മുദ്രാങ്കിത ദേവാജ്ഞ പുരസ്കാരത്തിന് ജ്യോതിഷാചാര്യ ആമയൂർ വേണുഗോപാല പണിക്കരും, ജ്യോതിഷ ആചാര്യ ബിരുദത്തിന് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയും പാട്ടിക്കാട് വിശ്വനാഥ പണിക്കരും അർഹരായി. പിന്നണി ഗായകൻ ഉണ്ണി മേനോനെയും ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മയെയും ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, കോലഴി സുരേന്ദ്ര പണിക്കർ, ഉണ്ണിരാജൻ കുറുപ്പ്, മധുസൂദനൻ പീച്ചിറക്കൽ, KA നാരായണൻ ആമ്പല്ലൂർ എന്നിവർ പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം പറപ്പൂരിൽ നടന്നു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PL ആന്റണി അധ്യക്ഷത വഹിച്ചു. KB മണിലാൽ, EO ജോണി, PV തമ്പി, TJ ജെയിംസ്, M മുജീബ് റഹ്മാൻ, R രാജീവ്, K ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ റെക്കോർഡ് തിളക്കവുമായി മുഹമ്മദ് അഷ്ഫാഖ് ഇനി ഏഷ്യൻ അത്ലറ്റിക് ട്രാക്കിലേക്ക്. ബംഗളൂരുവിൽ നടക്കുന്ന 24ാമത് ഫെഡറേഷൻ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കുറിച്ച സുവർണ റെക്കോർഡുമായാണ് കേരളത്തിന്റെയും ഒപ്പം പെരിഞ്ഞനം ചക്കരപ്പാടത്തിന്റെ അഭിമാന താരം ഏഷ്യൻ ട്രാക്കിലേക്ക് യോഗ്യനായിരിക്കുന്നത്. 400 മീറ്റർ ഫൈനലിൽ 46.05 സമയത്ത് ഓടിയെത്തിയാണ് അഷ്ഫാഖ് ജൂനിയർ താരങ്ങളുടെ റെക്കോർഡിട്ടതും തന്റെ കായിക ജീവിതത്തിൽ മറ്റൊരു നേട്ടം അടയാളപ്പെടുത്തിയതും. ഇതോടെയാണ് ഏഷ്യൻ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാൻ സൗത്ത് ഏഷ്യൻ മത്സര ജേതാവായ അഷ്ഫാഖിന് അവസരം ലഭ്യമായത്. ഏഷ്യൻ അത്ലറ്റിക് മത്സരത്തിന്റെ യോഗ്യതാ മാനദണ്ഡ സമയം 47.53 സെക്കൻഡ് അതിജീവിച്ചാണ് ഈ നേട്ടം. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശികളായ മടത്തിപ്പറമ്പിൽ അഷ്റഫിന്റെയും ജെസി അഷ്റഫിന്റെയും ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ് മുഹമ്മദ് അഷ്ഫാഖ്. ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പെരിഞ്ഞനം ഷാലോം സദൻ 10ാം വാർഷികം ആഘോഷിച്ചു. മാർപ്പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ലിസറ്റ്, ET ടൈസൺ MLA, ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ, ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ പൂനംപാറയിൽ, ഫാദർ അരുൺ തെക്കിനേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹപൂർവം ആദരാഞ്ജലികള്. ഇസാഫ് ബാലജ്യോതി ക്ലബിന്റെ നേതൃത്വത്തിൽ URC തൃശൂരിന്റെ കീഴിൽ വരുന്ന വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന പഠന കളരി ക്യാമ്പ് സംഘടിപ്പിച്ചു. URC അരണാട്ടുകര ഹാളിൽ നടന്ന ക്യാമ്പ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവിഷൻ കൗൺസിലർ ബിഭിത വാസു അധ്യക്ഷത വഹിച്ചു. URC BPC ജെയ്സൺ, ഇസാഫ് ബാലജ്യോതി ക്ലബ്ബ് വിൽസൺ KB, ബ്രിജി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗ് വനിതാ വിംഗ് സംയുക്തമായി തണ്ണീർ പന്തൽ സംഭാര വിതരണം നടത്തി. യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഭാര വിതരണം നഗരസഭാ ചെയർമാൻ AH അക്ബറും വനിതാ വിംഗ് നേതൃത്വത്തിൽ നടത്തിയ പരിപാടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസും ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ മഹാരാജ്, സെക്രട്ടറി ജെഫിൻ ജോണി, വനിതാ വിംഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർപേഴ്സൺ K രാജശ്രീ, യൂണിറ്റ് പ്രസിഡന്റ് ഫാദിയ ഷഹീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുന്നതിനു വേണ്ടി ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാടാക്കി. യൂത്ത് കോൺഗ്രസ് മുൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CM അനിൽകുമാർ വേണുഗോപാലിന്റെ ജന്മനക്ഷത്രമായ രോഹിണി നാളിൽ കളഭം കൊണ്ടുള്ള തുലാഭാരമാണ് വഴിപാടാ ഷീട്ടാക്കിയത്.
ക്ഷേത്ര ദർശനത്തിന് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നതിനോടൊപ്പമാണ് തനിക്ക് ഏറെ പ്രിയപ്പെട്ട KC വേണുഗോപാലിന് വേണ്ടിയും വഴിപാട് നേർന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമാണ്. അത് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന്. എങ്ങനെ നടന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം നേരിട്ടെത്തി തുലാഭാരം നടത്തുമെന്നും അനിൽകുമാർ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം വഴിപാട് നടത്തുന്നത് പോലെ എൻ്റെ പ്രിയ നേതാവ് KC വേണുഗോപാലിനും ഒരു വഴിപാട് നടത്തി. കളഭ കൊണ്ടുള്ള തുലാഭാരം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് അത് നടത്താനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം വരുന്നത് മെയ് മാസം 18-ാം തീയതിയാണ്, രോഹിണി നാളിൽ. ആ രോഹിണി നാളിലാണ് ഇത് നേർന്നിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ആ പോസ്റ്റ് വന്ന് അവിടെ തുലാഭാരം നടത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ നേതാക്കളാണ്. പക്ഷേ ഇദ്ദേഹം ആയാൽ എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷം. കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ ഏമൂർ ഹേമാംബിക ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായി കൈപ്പത്തി തീരുമാനിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,875, പവന് 1,11,000. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. Near Bus Stand, തൃപ്രയാർ. മുണ്ടത്തിക്കോട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ തൃശൂരിലെത്തി. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും ദുരന്ത സ്ഥലവും കമ്മീഷൻ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 5 നാൾ. ആകാംക്ഷയോടെ മുന്നണികൾ. ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുക 3 കേന്ദ്രങ്ങളിൽ. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലം തകർന്ന് യുവാവിന് ഗുരുതര പരിക്ക്. ഇതര സംസ്ഥാന സ്വദേശിക്കാണ് പരിക്കേറ്റത്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ മാറാവ തൃതീയൻ പാത്രിയാർക്കീസിന് തൃശൂരിൽ ഉജ്ജ്വല വരവേൽപ്പ്. ശനിയാഴ്ച നടക്കുന്ന ക്ലർജി കൗൺസിൽ പാത്രിയാർക്കീസ് പങ്കെടുക്കും. സംസ്ഥാനത്ത് മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടും. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാലുടൻ വില വർധന പ്രാബല്യത്തിൽ വരും. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ.